കോംപ്ലിമെന്റേഷൻ ടെസ്റ്റ് ഓർ സിസ് ട്രാൻസ് ടെസ്റ്റ്. സിമിലർ ആയിട്ടുള്ള ഫിനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ മ്യൂട്ടേഷൻസ് അവ ക്രോമസോമുകളിൽ ഒരു ജീനിലാണോ വ്യത്യസ്തമായിട്ടുള്ള ജീൻസിലാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ജനറ്റിക് അനാലിസിസ് ടൂളാണ് കോംപ്ലിമെന്റേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ സിസ് ട്രാൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ സെഷനിൽ ഈ പർട്ടിക്കുലർ പ്രൊസീജിയറിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. The complementation test allows geneticists to determine whether two mutations A and B that produce the same or similar phenotype are located in the same gene or in the different genes on chromosomes. സിമിലർ ആയിട്ടുള്ള ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് മ്യൂട്ടേഷൻസ്, അതായത് സ്മോൾ എ സ്മോൾ ബി എന്ന് പറയുന്ന രണ്ട് മ്യൂട്ടേഷൻസ് അത് സെയിം ജീൻസിലാണോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീനിലാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്രോമസോംസിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ജനറ്റിക് അനാലിസിസ് ടൂളാണ് കോംപ്ലിമെന്റേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് മ്യൂട്ടേഷൻസിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് അവ ഒരു ജീനിലാണോ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ജീനിലാണോ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമ്മൾ ഫർദർ അനലൈസ് ചെയ്യണമെങ്കിൽ ആദ്യമേ തന്നെ ഒരു ഡബിൾ ഹെട്രോസൈഗോട്ടിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ലെറ്റ് us കൺസിഡർ എ ഡബിൾ ഹെട്രോസൈഗോട്ട് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി വിച്ച് ക്യാരീസ് ടു വൈൽഡ് ടൈപ്പ് അല്ലീൽസ് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ആൻഡ് ടു മ്യൂട്ടേഷൻസ് സ്മോൾ എ ആൻഡ് സ്മോൾ ബി. ഈ സ്മോൾ എ സ്മോൾ ബി എന്ന് പറയുന്ന മ്യൂട്ടേഷൻസ് ഒരു ജീനിലാണോ വ്യത്യസ്തമായിട്ടുള്ള ജീൻസിലാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഈ ഡബിൾ ഹെട്രോസൈഗസ് കോമ്പിനേഷൻ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി ഇതിന് രണ്ട് ഡിഫറെൻ്റ് അറേഞ്ച്മെൻറ്റ്സിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിനകത്തുള്ള ഹോമോലോഗസ് ക്രോമസോമൽ പെയേഴ്സിനകത്ത് ഇതിനകത്തുള്ള അല്ലീൽസിൻ്റെ ഓറിയൻറ്റേഷൻ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വരാൻ സാധിക്കും. ഒന്നാമത്തെ മോഡലാണ് അല്ലെങ്കിൽ അറേഞ്ച്മെൻ്റ് ആണ് ടു മ്യൂട്ടേഷൻസ് ആർ ഓൺ ദ സെയിം ക്രോമസോം. അതായത് ഹോമോലോഗസ് ക്രോമസോമൽ കോംപ്ലിമെൻറ്റിനകത്ത് ഒരെണ്ണത്തിനകത്ത് തന്നെ രണ്ട് മ്യൂട്ടേഷൻസും വരുന്ന അവസ്ഥ. ഇതിനെ കപ്ലിംഗ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സിസ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സിസ് ഹെട്രോസൈഗോട്ട് എന്ന് പറയും. ഇനി രണ്ടാമത്തെ മോഡലാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ പോസിബിലിറ്റിയാണ് രണ്ട് മ്യൂട്ടേഷൻസ്, അതായത് സ്മോൾ എ സ്മോൾ ബി രണ്ട് കോംപ്ലിമെൻറ്റ്സിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ. അതായത് സ്മോൾ എ ഒരു കോംപ്ലിമെൻറ്റിലാണെങ്കിൽ അതിൻ്റെ ഹോമോലോഗസ് കോംപ്ലിമെൻറ്റിലാണ് സ്മോൾ ബി എന്ന് പറയുന്നത് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ റിപ്പൽഷൻ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ട്രാൻസ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെ ട്രാൻസ് ഹെട്രോസൈഗോട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ആ സിസ് ഹെട്രോസൈഗോട്ടിനെയും അതുപോലെ തന്നെ ട്രാൻസ് ഹെട്രോസൈഗോട്ടിനെയും കാണിക്കുന്ന ആ മ്യൂട്ടേഷൻസിൻ്റെ ലൊക്കേഷൻ ക്രോമസോംസിൽ എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന രണ്ട് ബാർസ് എന്ന് പറയുന്നത് ഹോമോലോഗസ് പെയർ ആണ്, ക്രോമസോമൽ പെയേഴ്സ് ആണ്. ഇത് കോംപ്ലിമെൻറ്റ് 1, ഇത് കോംപ്ലിമെൻറ്റ് 2, ഇതും അതുപോലെ തന്നെ കോംപ്ലിമെൻറ്റ് 1, കോംപ്ലിമെൻറ്റ് 2. ഇപ്പോൾ സിസ് ഹെട്രോസൈഗോട്ടിൻ്റെ പ്രത്യേകത അതിനകത്തെ കോംപ്ലിമെൻറ്റ് 1-നകത്താണ് രണ്ട് മ്യൂട്ടേഷൻസും വരുന്നത്. സ്മോൾ എ സ്മോൾ ബി എന്നീ രണ്ട് മ്യൂട്ടേഷൻസും ആദ്യത്തെ കോംപ്ലിമെൻറ്റിൽ തന്നെ വരും. ഇനി രണ്ടാമത്തേത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് വന്നിരിക്കുന്നതെല്ലാം വൈൽഡ് ടൈപ്പ് അല്ലീൽസ് ആണ്. ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന അല്ലീൽസ് ആണ് കോംപ്ലിമെൻറ്റ് 2-ൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ്ലി മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള അല്ലീൽസ് കൊണ്ടുള്ള കോംപ്ലിമെൻറ്റും മറ്റേതിനകത്ത് വൈൽഡ് ടൈപ്പ് അല്ലീൽസ് വരുന്ന ഒരു കോൺഫിഗറേഷനും. ഇതിനെയാണ് സിസ് ഹെട്രോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ജീനോടൈപ്പ് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി തന്നെയാണ്. ഇനി ട്രാൻസ് ഹെട്രോസൈഗസ് കണ്ടീഷൻ ആ കപ്ലിംഗ് കോൺഫിഗറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, കപ്ലിംഗ് അല്ല റിപ്പൽഷൻ കോൺഫിഗറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മ്യൂട്ടൻ്റ് അല്ലീൽ കോംപ്ലിമെൻറ്റ് 1-ൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഒരു വൈൽഡ് ടൈപ്പ് അല്ലീലാണ്. അതായത് സ്മോൾ എയുടെ കൂടെ ക്യാപിറ്റൽ ബി, സ്മോൾ എ എന്ന് പറയുന്ന മ്യൂട്ടേഷൻ്റെ കൂടെ വന്നിരിക്കുന്നത് ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന വൈൽഡ് ടൈപ്പ് അല്ലീലാണ്. ഇനി കോംപ്ലിമെൻറ്റ് 2-ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന വൈൽഡ് ടൈപ്പ് അല്ലീലുണ്ട്, അതിൻ്റെ കൂടെ സ്മോൾ ബി എന്ന് പറയുന്ന
മ്യൂട്ടേഷൻ അല്ലെങ്കിൽ മ്യൂട്ടൻ്റ് അല്ലീൽ വന്നിരിക്കുകയാണ്. ഇവിടെ മ്യൂട്ടൻ്റ് അല്ലീലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ 2 കോംപ്ലിമെൻറ്റ്സിലാണ്. അതായത് സ്മോൾ എ കോംപ്ലിമെൻറ്റ് 1-ൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ സ്മോൾ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത് കോംപ്ലിമെൻറ്റ് 2-ലാണ്. ഇതിൻ്റെയും ജീനോടൈപ്പ് ക്യാപിറ്റൽ എ സ്മോൾ എ ദെൻ ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന് പറയുന്ന കോൺഫിഗറേഷൻ തന്നെയാണ്. ഈ സിസ് ട്രാൻസ് ടെസ്റ്റിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ പ്രൊസീജിയർ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഈ മെത്തേഡിൽ ജനറ്റിസിസ്റ്റ് ചെയ്യുന്നത് ഒരു ട്രാൻസ് കോൺഫിഗറേഷനുള്ള ഹെട്രോസൈഗോട്ടിനെ ഉണ്ടാക്കും. ആ ട്രാൻസ് ഹെട്രോസൈഗോട്ടിൻ്റെ ഫീനോടൈപ്പ് അവർ അനലൈസ് ചെയ്യും. If the trans heterozygote has the mutant phenotype, then the 2 mutations are on the same gene. ട്രാൻസ് ഹെട്രോസൈഗോട്ടിനെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ആ വെറൈറ്റിയുടെ ഫീനോടൈപ്പ് അനലൈസ് ചെയ്യുമ്പോൾ അത് മ്യൂട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീനോടൈപ്പ് ആണെങ്കിൽ 2 മ്യൂട്ടേഷൻസും സെയിം ജീനിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇഫ് ദ ട്രാൻസ് ഹെട്രോസൈഗോട്ട് ഹാസ് ദ വൈൽഡ് ടൈപ്പ് ഫീനോടൈപ്പ്, then the 2 mutations are in 2 genes. അതായത് സ്മോൾ എ സ്മോൾ ബി എന്ന് പറയുന്നത് 2 വ്യത്യസ്തമായിട്ടുള്ള ജീൻസിലായിരിക്കും വൈൽഡ് ടൈപ്പ് ഫീനോടൈപ്പ് ആണെങ്കിൽ വരുന്നത്. ഇത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഫർദർ മനസ്സിലാക്കിയെടുക്കാം. ആദ്യമേ തന്നെ എങ്ങനെ നമുക്ക് ഒരു ട്രാൻസ് ഹെട്രോസൈഗോട്ടിനെ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ജനറ്റിസിസ്റ്റ് എങ്ങനെയാണ് ഒരു ട്രാൻസ് ഹെട്രോസൈഗോട്ടിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്യുന്ന പേരൻസിൻ്റെ ജീനോടൈപ്പ് ഈ കോൺഫിഗറേഷനിൽ ഉള്ളതായിരിക്കും. അതായത് ഒരു ഇൻഡിവിജ്വലിൽ ഒരു പേരൻറ്റിൽ സ്മോൾ എ എന്ന് പറയുന്ന ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനിലും അതിൻ്റെ കൂടെ തന്നെ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ഹോമോസൈഗസ് ഡോമിനൻറ്റ് കണ്ടീഷനും വരുന്നു. അതായത് എ എന്ന് പറയുന്ന ജീനിൻ്റെ ഒരു റെസസീവ് കണ്ടീഷൻ, അല്ലീലിൻ്റെ റെസസീവ് കണ്ടീഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബി എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഡോമിനൻറ്റ് കണ്ടീഷനും വന്നിരിക്കുന്നു. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷനുള്ള അതർ പേരൻറ്റിനെ സെലക്ട് ചെയ്യുന്നു. അതായത് ഇവിടെ സ്മോൾ എ എന്ന കോൺഫിഗറേഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അതിന് പകരമായിട്ട് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷനും, അതുപോലെ തന്നെ ഇവിടെ ക്യാപിറ്റൽ ബിക്ക് പകരം സ്മോൾ ബി എന്ന് പറയുന്ന കോൺഫിഗറേഷനും വരുന്നു. ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെ, അതായത് സ്മോൾ എ ക്യാപിറ്റൽ ബി ദെൻ ക്യാപിറ്റൽ എ സ്മോൾ ബി ഈ കോൺഫിഗറേഷനുള്ള ജീനോടൈപ്പിലുള്ള ഇൻഡിവിജ്വൽസിനെ പരസ്പരം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് ഒരു ട്രാൻസ് ഹെട്രോസൈഗോട്ടിനെ കിട്ടും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ സ്മോൾ എ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ ക്രോമസോമൽ കോംപ്ലിമെൻറ്റ്സിൽ ഈ അല്ലീൽസ് എക്സിസ്റ്റ് ചെയ്യുന്ന കോൺഫിഗറേഷൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒരു കോംപ്ലിമെൻറ്റിനകത്ത് സ്മോൾ എയും ക്യാപിറ്റൽ ബിയും, മറ്റേ കോംപ്ലിമെൻറ്റിനകത്തും സെയിം കോൺഫിഗറേഷൻ തന്നെയാണ് വരുന്നത്, സ്മോൾ എയും ക്യാപിറ്റൽ ബി. അതായത് സ്മോൾ എ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് മ്യൂട്ടേഷൻ ഈ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനകത്ത് ഉണ്ട്. ഇനി രണ്ടാമത്തെ മ്യൂട്ടേഷൻ ഈ ഇൻഡിവിജ്വലിനാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ജീനോടൈപ്പ് നോക്കുക, ക്യാപിറ്റൽ എ സ്മോൾ ബി. അപ്പോൾ 2 കോംപ്ലിമെൻറ്റ്സിനകത്തും ഈ പറഞ്ഞ അല്ലീൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു കോംപ്ലിമെൻറ്റിനകത്ത് ക്യാപിറ്റൽ എ സ്മോൾ ബി, അടുത്തതിനകത്തും ക്യാപിറ്റൽ എ സ്മോൾ ബി എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ആയിരിക്കും. അതായത് ക്യാപിറ്റൽ എ സ്മോൾ ബി എന്ന് പറയുന്ന കോൺഫിഗറേഷൻ. ഇങ്ങനെയുള്ള ഇൻഡിവിജ്വലിൽ ഗാമേറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനകത്തുള്ള ഗാമേറ്റ് ഒരു കാറ്റഗറി മാത്രമേ വരത്തുള്ളൂ, സ്മോൾ എ ക്യാപിറ്റൽ ബി. ദെൻ ഇവിടെയാണെങ്കിൽ ക്യാപിറ്റൽ എ സ്മോൾ ബി. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന് പറയുന്ന ട്രാൻസ് ഹെട്രോസൈഗോട്ട് കിട്ടും. അതായത് ഈ ക്രോമസോം ഇവിടെ അതേപോലെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, ഇത് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ട്രാൻസ് കോൺഫിഗറേഷനിലുള്ള ഒരു ഹെട്രോസൈഗോട്ടിനെ ജനറ്റിസിസ്റ്റിന് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ ഫീനോടൈപ്പാണ് അവർ അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ കോംപ്ലിമെൻറ്റേഷൻ ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ ഇതിനെ സിസ് ട്രാൻസ് ടെസ്റ്റ് എന്ന് വിളിക്കാനുള്ള കാരണം, ഈ ട്രാൻസ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ട്രാൻസ് ഹെട്രോസൈഗോട്ടിനെ ഉണ്ടാക്കി ആ ട്രാൻസ് ഹെട്രോസൈഗോട്ടിൻ്റെ ഫിനോടൈപ്പ് അനലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സിസ് ടെസ്റ്റ് ചെയ്യണം. മേക്ക് എ സിസ് ഹെട്രോസൈഗോട്ട് ബൈ ക്രോസിംഗ് ക്യാപിറ്റൽ ബി വിത്ത് സ്മോൾ ബി. അതായത് ഡബിൾ ഹോമോസൈഗസ് ഡോമിനൻറ്റും ഡബിൾ ഹോമോസൈഗസ് റെസസീവുമായിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ പരസ്പരം ക്രോസ് ചെയ്യിച്ചിട്ട് ഒരു സിസ് ഹെട്രോസൈഗോട്ടിനെ ഉണ്ടാക്കുക.
അതിൻ്റെ ഫീനോടൈപ്പ് ദെൻ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ദ ഫീനോടൈപ്പ് ഓഫ് ദാറ്റ് സിസ് ഹെട്രോസൈഗോട്ട്. സിസ് ഹെട്രോസൈഗോട്ട് മസ്റ്റ് ഹാവ് വൈൽഡ് ടൈപ്പ് ഫിനോടൈപ്പ് ഫോർ ട്രാൻസ് ടെസ്റ്റ് ടു ബി വാലിഡ്. അതായത് ട്രാൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ആ പ്രൊസീജിയറിലേക്ക് കടക്കണമെങ്കിൽ ഈ സിസ് ഹെട്രോസൈഗോട്ടിന്, അതായത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ക്യാപിറ്റൽ എ സ്മോൾ ക്യാപിറ്റൽ ബി ദെൻ സ്മോൾ എ സ്മോൾ ബി എന്നീ ഇൻഡിവിജ്വൽസിനെ തമ്മിൽ ക്രോസ് ചെയ്തുണ്ടാക്കുന്ന ആ സിസ് ഹെട്രോസൈഗോട്ടിന് വൈൽഡ് ടൈപ്പ് ഫിനോടൈപ്പ് ഉറപ്പായിട്ടും 100% ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ട്രാൻസ് ടെസ്റ്റിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വൈൽഡ് ടൈപ്പ് ഫിനോടൈപ്പ് ആണ് കിട്ടുന്നതെങ്കിൽ ട്രാൻസ് ടെസ്റ്റിലേക്ക് പോകാം. അത് വൈൽഡ് ടൈപ്പ് ഫിനോടൈപ്പ് മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു ട്രാൻസ് ഹെട്രോസൈഗോട്ടിനെ ഉണ്ടാക്കുക, അതിൻ്റെ ഫിനോടൈപ്പ് ഒബ്സർവ് ചെയ്യുക. ആ ഒബ്സർവ് ചെയ്യുന്ന ആ ട്രാൻസ് ഹെട്രോസൈഗോട്ടിന് മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഫിനോടൈപ്പ് ആണെങ്കിൽ ആ രണ്ട് മ്യൂട്ടേഷൻ സ്മോൾ എ സ്മോൾ ബി എന്ന് പറയുന്നത് സെയിം ജീനിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വൈൽഡ് ടൈപ്പ് ഫിനോടൈപ്പ് ആണെങ്കിൽ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻറ്റ് ജീൻസിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് ഓവറോൾ കോംപ്ലിമെൻറ്റേഷൻ ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആദ്യമേ ഒരു സിസ് ടെസ്റ്റ് ചെയ്യുക, സിസ് ഹെട്രോസൈഗോട്ട് ഉണ്ടാക്കുക, അതിൻ്റെ ഫിനോടൈപ്പ് വൈൽഡ് ടൈപ്പ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ട്രാൻസ് ടെസ്റ്റ് ചെയ്യുക. ട്രാൻസ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഫിനോടൈപ്പ് നോക്കുമ്പോഴേക്കിന് മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഫിനോടൈപ്പ് ആണെങ്കിൽ സ്മോൾ ബി എന്ന് പറയുന്ന മ്യൂട്ടേഷൻസ് ഒരു ജീനിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വൈൽഡ് ടൈപ്പ് ഫിനോടൈപ്പ് ആണെങ്കിൽ മ്യൂട്ടേഷൻസ് രണ്ട് ഡിഫറെൻറ്റ് ജീൻസിലാണ് വരുന്നത്. സിസ് ഹെട്രോസൈഗോട്ട് മസ്റ്റ് ഹാവ് വൈൽഡ് ടൈപ്പ് ഫിനോടൈപ്പ് ഫോർ ട്രാൻസ് ടെസ്റ്റ് ടു ബി വാലിഡ്. അപ്പോൾ സിസ് ഹെട്രോസൈഗോട്ടിനെ ഉണ്ടാക്കുമ്പോൾ ആ സിസ് ഹെട്രോസൈഗോട്ടിലുള്ള മ്യൂട്ടേഷൻസ് ഒരു ജീനിലാകാം, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജീനിൽ ആകാം. അത് എക്സാക്റ്റ് ഒരു ജീനിലാണോ വ്യത്യസ്തമായിട്ടുള്ള ജീനിലാണോ എന്നുള്ളത് ട്രാൻസ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ രണ്ട് ഇൻസ്റ്റൻസിലും നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് വൈൽഡ് ടൈപ്പ് ഫിനോടൈപ്പ് തന്നെ ആയിരിക്കണം. അപ്പോൾ അതെങ്ങനെയായിരുന്നു ഉറപ്പായിട്ടും ഈ സിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിസ് ഹെട്രോസൈഗോട്ട് ഉണ്ടാകുമ്പോൾ അതിന് വൈൽഡ് ടൈപ്പ് ഫിനോടൈപ്പ് വരുന്നത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ ഡയഗ്രാമാറ്റിക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ കേസാണ് മ്യൂട്ടേഷൻസ് രണ്ടും ഒരു ജീനിൽ വരുന്ന അവസ്ഥ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹോമോലോഗസ് ക്രോമസോം കോംപ്ലിമെൻറ്റ് ഓർ കോപ്പി 1 ദെൻ ഹോമോലോഗസ് ക്രോമസോം കോപ്പി 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹോമോലോഗസ് പെയർസ് ഓഫ് ക്രോമസോംസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കോംപ്ലിമെൻറ്റ് 1 ആൻഡ് കോംപ്ലിമെൻറ്റ് 2. അതിനകത്ത് ഒരു ജീനിലാണ് ഈ മ്യൂട്ടേഷൻസ് രണ്ടും വരുന്നത്. അതായത് ഈ പർട്ടിക്കുലർ അലീൽസിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ദെൻ സ്മോൾ ബി ഇതെല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ജീൻ 1 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ജീനിലാണ്. അപ്പോൾ കോംപ്ലിമെൻറ്റ് 1-നകത്തുള്ളത് ആ ജീൻ 1-നകത്ത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന വൈൽഡ് ടൈപ്പ് അലീൽസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പ്രഷൻ നടക്കുമ്പോൾ ജീൻ എക്സ്പ്രഷൻ നടക്കുമ്പോഴേക്കും ഈ അലീൽസിൻ്റെ ട്രാൻസ്ലേഷൻ്റെ ഫലമായിട്ട് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് പ്രോഡക്റ്റ് ഉണ്ടാകും. ക്യാപിറ്റൽ എയുടെയും ക്യാപിറ്റൽ ബിയുടെയും ഫങ്ഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉണ്ടാകും. അല്ലെങ്കിൽ ജീൻ 1-ൻ്റെ ഓവറോൾ ഫങ്ഷണൽ പ്രോഡക്റ്റ് നമുക്ക് കോംപ്ലിമെൻറ്റ് 1-നകത്ത് നിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഫങ്ഷണൽ പ്രോഡക്റ്റ് ഓഫ് വൈൽഡ് ടൈപ്പ് ജീൻ 1. ഇനിയിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കോംപ്ലിമെൻറ്റ് 2-നകത്ത് രണ്ട് മ്യൂട്ടേഷൻസ് ആണ് ഉള്ളത് ജീൻ 1-നകത്ത്. അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. അതിനുള്ള കാരണം ആ ജീൻ 1-ൽ രണ്ട് മ്യൂട്ടേഷൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ പർട്ടിക്കുലർ ഹെട്രോസൈഗോട്ടിൻ്റെ ഓവറോൾ ഫിനോടൈപ്പ് എന്ന് പറയുന്നത് വൈൽഡ് ടൈപ്പ് ആയിരിക്കും. അതിനുള്ള കാരണം കോംപ്ലിമെൻറ്റ് 1-നകത്ത് ജീൻ 1-നകത്ത് രണ്ട് വൈൽഡ് ടൈപ്പ് അലീൽസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ കോംപ്ലിമെൻറ്റ് 2-നകത്ത് ഉള്ള മ്യൂട്ടൻ്റ് അലീൽസിൻ്റെ പ്രസൻസ്, ജീൻ 1-ലുള്ള മ്യൂട്ടൻ്റ് അലീൽസിൻ്റെ പ്രസൻസ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ കോംപ്ലിമെൻറ്റ് 1-നകത്തുള്ള ജീൻ 1-ലുള്ള വൈൽഡ് ടൈപ്പ് അലീൽസിന് സാധിക്കും. അവ ഫങ്ഷണൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഓവറോൾ ഈ ഹെട്രോസൈഗോട്ടിൻ്റെ ഫിനോടൈപ്പ് എന്ന് പറയുന്നത് വൈൽഡ് ടൈപ്പ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റിയാണ് സിസ് ഹെട്രോസൈഗോട്ട് മ്യൂട്ടേഷൻസ് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജീൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ഇവിടെയും രണ്ട് കോംപ്ലിമെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. ഇത് കോംപ്ലിമെൻറ്റ് 1, ഇത് കോംപ്ലിമെൻറ്റ് 2. ഇവിടെയുള്ള പ്രത്യേകത രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജീൻസിലാണ് ഈ അലീൽസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ജീൻ 1-നകത്ത്
കോംപ്ലിമെൻറ്റ് 1-നകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന അല്ലീലാണ് വരുന്നത്. ജീൻ 2-ൽ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന വൈൽഡ് ടൈപ്പ് അല്ലീൽ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ഉണ്ടാവുന്നു എന്നുള്ളതല്ല, എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി കോംപ്ലിമെൻറ്റ് 2-ൽ നോക്കുകയാണെങ്കിൽ അവിടെ ജീൻ 1-നകത്ത് സ്മോൾ എ എന്ന് പറയുന്ന മ്യൂട്ടേഷനാണ് ഉള്ളത്, അല്ലെങ്കിൽ ജീൻ 1-ന് അവിടെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ജീൻ 2-ൽ സ്മോൾ ബി എന്ന് പറയുന്ന ആ മ്യൂട്ടേഷൻ കാണാൻ സാധിക്കും, രണ്ടാമത്തെ മ്യൂട്ടേഷൻ കാണാൻ സാധിക്കും. അപ്പം ജീൻ 2-നും ഈ കോംപ്ലിമെൻറ്റിനകത്ത് പ്രശ്നമുണ്ട്. പക്ഷേ കോംപ്ലിമെൻറ്റ് 1-നകത്ത് ജീൻ 1-ഉം ജീൻ 2-ഉം ഫങ്ഷനിലാണ്. അവയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലീൽസ് വൈൽഡ് ടൈപ്പ് അല്ലീൽസ് ആണ്. ക്യാപിറ്റൽ എ ജീൻ 1-ലും ക്യാപിറ്റൽ ബി ജീൻ 2-ലുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ജീൻ എക്സ്പ്രഷൻ നടക്കുമ്പോഴേക്കിന് ജീൻ 1-ൻ്റെ ഫങ്ഷണൽ പ്രോഡക്റ്റ് ഈ ഹോമോലോഗസ് ക്രോമസോം കോപ്പി നമ്പർ 1 അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് നമ്പർ 1-ൽ നിന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ ജീൻ 2-ൻ്റെ ഫങ്ഷണൽ പ്രോഡക്റ്റും ഉണ്ടാകും. ഹോമോലോഗസ് ക്രോമസോം കോപ്പി 2, അതായത് കോംപ്ലിമെൻറ്റ് 2-ൽ അതിൽ നിന്നുണ്ടാകുന്ന ജീൻ പ്രോഡക്ട്സ് രണ്ടും നോൺ ഫങ്ഷണൽ ആയിരിക്കും. അതായത് ജീൻ 1-ൻ്റെയും ജീൻ 2-ൻ്റെയും പ്രോഡക്ട്സ് നോൺ ഫങ്ഷണൽ ആയിരിക്കും. അതിനുള്ള കാരണം ആ രണ്ട് ജീൻസിലും മ്യൂട്ടേഷൻസ് സ്മോൾ എ സ്മോൾ ബിയും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റിയെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഹോമോലോഗസ് ക്രോമസോം കോപ്പി 1-ന് സാധിക്കും, കോംപ്ലിമെൻറ്റ് 1-ന് സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് ഓവറോൾ ഈ സെസ് ഹെട്രോസൈഗോട്ടിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് വൈൽഡ് ടൈപ്പ് ആയിരിക്കും. അപ്പം ഒരു ജീനിലാണോ ഈ മ്യൂട്ടേഷൻ വരുന്നത്, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജീനിലാണോ ഈ മ്യൂട്ടേഷൻ വരുന്നത് എന്നുള്ളത് സിസ് ഹെട്രോസൈഗോട്ടിൻ്റെ ആ ഫീനോടൈപ്പിനെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യത്തില്ല. അതിന് ഉറപ്പായിട്ടും വൈൽഡ് ടൈപ്പ് ഫീനോടൈപ്പ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ വൈൽഡ് ടൈപ്പ് ഫീനോടൈപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ് ഹെട്രോസൈഗോട്ടിനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ട്രാൻസ് ടെസ്റ്റിൻ്റെ റിസൾട്ടിനെ വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ട്രാൻസ് ഹെട്രോസൈഗോട്ട് ഉണ്ടാകുമ്പോൾ അവിടെ മ്യൂട്ടേഷൻസ് ഒരു ജീനിൽ എക്സിസ്റ്റ് ചെയ്യാം, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജീൻസിൽ എക്സിസ്റ്റ് ചെയ്യാം. ആ രണ്ട് കേസിലും എങ്ങനെയാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീനോടൈപ്പ് വരുന്നത് എന്നുള്ളത് കാണിക്കുന്നത് ഒരു നേരത്തെ പോലെ തന്നെയുള്ള പിക്ടോറൽ റെപ്രസെൻറ്റേഷനാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. മ്യൂട്ടേഷൻ ഇൻ 1 ജീൻ എന്ന് പറയുന്ന കണ്ടീഷൻ നോക്കാം. ഇത് ട്രാൻസ് ഹെട്രോസൈഗോട്ടാണ്, സിസ് ഹെട്രോസൈഗോട്ട് അല്ല. അപ്പോൾ ഹോമോലോഗസ് ക്രോമസോം കോപ്പി 1-നകത്ത് ജീൻ 1-നകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മോൾ എ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന കോൺഫിഗറേഷനാണ് വന്നിരിക്കുന്നത്. ഇനി കോംപ്ലിമെൻറ്റ് 2-നകത്ത് ജീൻ 1-ൽ ക്യാപിറ്റൽ എ സ്മോൾ ബി എന്ന് പറയുന്ന കോൺഫിഗറേഷനാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കോംപ്ലിമെൻറ്റ് 1-ലും കോംപ്ലിമെൻറ്റ് 2-ലും ജീൻ 1-ൽ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള അല്ലീൽസ് ഉണ്ട്. കോംപ്ലിമെൻറ്റ് 1-നകത്ത് സ്മോൾ എ എന്ന് പറയുന്ന മ്യൂട്ടേഷൻ ഉണ്ട്, കോംപ്ലിമെൻറ്റ് 2-നകത്ത് സ്മോൾ ബി എന്ന് പറയുന്ന മ്യൂട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ജീൻ എക്സ്പ്രഷൻ നടക്കുമ്പോൾ ഒരിക്കലും ജീൻ 1-ൻ്റെ ഫങ്ഷണൽ പ്രോഡക്റ്റ് രണ്ട് കോംപ്ലിമെൻറ്റ്സിൽ നിന്നും ഉണ്ടാകത്തില്ല, നോൺ ഫങ്ഷണൽ പ്രോഡക്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ആദ്യത്തെ കാറ്റഗറിക്കകത്ത് കോംപ്ലിമെൻറ്റ് 1-നകത്ത് ജീൻ 1-ൽ എ എന്ന് പറയുന്ന മ്യൂട്ടേഷൻ ഉള്ളതുകൊണ്ട് മ്യൂട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്, എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മ്യൂട്ടൻ്റ് പ്രോഡക്റ്റ്. ഇനി കോംപ്ലിമെൻറ്റ് 2-നകത്ത് ജീൻ 1-ൽ സ്മോൾ ബി എന്ന് പറയുന്ന ആ മ്യൂട്ടേഷനാണ് ഉള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മ്യൂട്ടൻ്റ് പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ട്രാൻസ് ഹെട്രോസൈഗോട്ടിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് മ്യൂട്ടൻ്റ് ഫീനോടൈപ്പ് ആയിരിക്കും. നോ ഫങ്ഷണൽ ജീൻ 1 പ്രോഡക്റ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ട്രാൻസ് ഹെട്രോസൈഗോട്ട്. In this case, therefore, it will have a mutant phenotype. അപ്പോൾ ഇങ്ങനെ മ്യൂട്ടൻ്റ് ഫീനോടൈപ്പ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഈ സ്മോൾ എ സ്മോൾ ബി എന്ന് പറയുന്ന രണ്ട് മ്യൂട്ടേഷൻസും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ജീനിൽ തന്നെ ആണ്. ഇനി ട്രാൻസ് ഹെട്രോസൈഗോട്ടിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജീൻസിലാണ് മ്യൂട്ടേഷൻസ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് വ്യത്യസ്തമായിരിക്കും, ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. കോംപ്ലിമെൻറ്റ് 1 ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോംപ്ലിമെൻറ്റ് 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ കോംപ്ലിമെൻറ്റിനകത്ത് ജീൻ 1-ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മോൾ എ എന്ന് പറയുന്ന മ്യൂട്ടേഷൻ ഉണ്ട്. പക്ഷേ ജീൻ 2-ൽ വൈൽഡ് ടൈപ്പ് അല്ലീലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന വൈൽഡ് ടൈപ്പ് അല്ലീലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി കോംപ്ലിമെൻറ്റ് 2-ൽ നോക്കുകയാണെങ്കിൽ
ജീൻ 1 ക്യാപിറ്റൽ എ എന്ന് പറയുന്ന വൈൽഡ് ടൈപ്പ് അല്ലീലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോർമലാണ് ജീൻ 1 ഇവിടെ. ഇവിടെ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ജീൻ 2 അത് ഇവിടെ മ്യൂട്ടേറ്റഡ് ആണ്, കാരണം അവിടെ സ്മോൾ ബി എന്ന് പറയുന്ന മ്യൂട്ടേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഹോമോലോഗസ് ക്രോമസോം കോംപ്ലിമെന്റ് 1 ജീൻ 1 മ്യൂട്ടേറ്റഡ് ആണ്, പക്ഷെ ജീൻ 2 ഫങ്ഷണൽ ആണ്. കോംപ്ലിമെന്റ് 2 ജീൻ 1 ഫങ്ഷണൽ ആണ്, ജീൻ 2 മ്യൂട്ടേറ്റഡ് ആണ്. അപ്പോൾ ജീൻ എക്സ്പ്രഷൻ നടക്കുമ്പോഴേക്കിന് ആദ്യത്തെ കോംപ്ലിമെന്റിനകത്ത് ജീൻ 1 നോൺ ഫങ്ഷണൽ പ്രൊഡക്റ്റ് ഉണ്ടാകും. അതിനുള്ള കാരണം അവിടെ മ്യൂട്ടേഷൻ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ജീൻ 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈൽഡ് ടൈപ്പ് പ്രോഡക്റ്റ് ഉണ്ടാകും. ജീൻ 2 വൈൽഡ് ടൈപ്പ് പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി കോംപ്ലിമെന്റ് 2 നോക്കുവാണെങ്കിൽ ജീൻ 1 കറസ്പോണ്ടിങ് ആയിട്ട് നോർമൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും, കാരണം അവിടെ വൈൽഡ് ടൈപ്പ് അല്ലീലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ജീൻ 2 കേസിൽ നോക്കുകയാണെങ്കിൽ അവിടെ മ്യൂട്ടേഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അവിടെ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ജീൻ 2 പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ജീൻ 1 ജീൻ 2 ഫങ്ഷണൽ പ്രോഡക്റ്റ് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കോംപ്ലിമെന്റ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് കോംപ്ലിമെന്റ് 1 നിന്ന് ജീൻ 2 ഫങ്ഷണൽ പ്രോഡക്റ്റും കോംപ്ലിമെന്റ് 2 നിന്ന് ജീൻ 1 ഫങ്ഷണൽ പ്രോഡക്റ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം റിസൾട്ടിങ് ഫിനോടൈപ്പ് എന്ന് പറയുന്നത് വൈൽഡ് ടൈപ്പ് ആയിരിക്കും. ഫങ്ഷണൽ പ്രോഡക്ട്സ് ഓഫ് ബോത്ത് ജീൻസ് ആർ സിന്തസൈസ്ഡ് ഇൻ ദ ട്രാൻസ് ഹെറ്ററോസൈഗോട്ട്, ദെയർഫോർ ഇറ്റ് വിൽ ഹാവ് എ വൈൽഡ് ടൈപ്പ് ഫിനോടൈപ്പ്. ഇപ്പോൾ വൈൽഡ് ടൈപ്പ് ഫിനോടൈപ്പ് കിട്ടാനുള്ള കാരണം രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജീൻസിൽ ഈ ട്രാൻസ് ഹെറ്ററോസൈഗോട്ടിൽ സ്മോൾ എ സ്മോൾ ബി എന്നീ മ്യൂട്ടേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും, വ്യത്യസ്തമായിട്ടുള്ള ജീൻസിലാണെങ്കിൽ വൈൽഡ് ടൈപ്പ് ഫിനോടൈപ്പ് ആയിരിക്കും കിട്ടുന്നത്. ദെൻ ഒരേ ജീനിലാണ് മ്യൂട്ടേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഫിനോടൈപ്പ് ആണ് കിട്ടുന്നത്. മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഫിനോടൈപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ മ്യൂട്ടേഷൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്, അതായത് സിമിലർ ആയിട്ടുള്ള ഫിനോടൈപ്സിനെ കൺട്രോൾ ചെയ്യുന്ന സ്മോൾ എ സ്മോൾ ബി എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ മ്യൂട്ടേഷൻസിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരേ ജീനിൽ തന്നെയാണ്. ഇനി വൈൽഡ് ടൈപ്പ് ആയിട്ടുള്ള ഫിനോടൈപ്പാണ് ട്രാൻസ് ഹെറ്ററോസൈഗോട്ടിൽ കിട്ടുന്നതെങ്കിൽ ആ രണ്ട് മ്യൂട്ടേഷൻസ് സ്മോൾ എ സ്മോൾ ബി എന്നീ സിമിലർ ആയിട്ടുള്ള ഫിനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്ന മ്യൂട്ടേഷൻസിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജീൻസിൽ ആണ്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സിസ് ട്രാൻസ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾ വഴിയാണ് സിസ് ട്രാൻസ് ടെസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ നന്നായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുകയും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഇൻസ്റ്റൻസസ് വളരെ കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്യുകയും വേണം.